ഗൈസ് അങ്ങനെ നമ്മൾ സാർബുർഗിൽ എത്തിയിരിക്കുകയാണ്. സാർബുർഗ് എന്ന് പറഞ്ഞാൽ സാർലാൻഡിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്, ഒരു ചെറിയ ടൗൺ. അപ്പം ഈ സാർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം ആദ്യം ഒറ്റപ്പെട്ട് നിന്നിരുന്ന സ്ഥലം, ജർമ്മനിയുടെ ഒന്നും ഭാഗമായിരുന്നില്ല. പിന്നീട് അത് ഫ്രാൻസിൻ്റെ ഭാഗമായി, പിന്നെ ജർമ്മനിയുടെ ഭാഗമായി. പിന്നെ ഒരു 1920 ആകുമ്പോൾ ഇവർ ശരിക്കും ഒരു ഒറ്റപ്പെട്ട് തന്നെ നിന്നു. പിന്നെ 1935 ഇവർ വീണ്ടും ജർമ്മനിയുടെ ഭാഗമായി. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇവർ ശരിക്കും ഒറ്റപ്പെട്ട് തന്നെ നിന്നു. പിന്നെ ഈ 1956 ഈ സാർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം വീണ്ടും വെസ്റ്റ് ജർമ്മനിയുടെ ഭാഗമായി. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ചരിത്രം നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര കോൾ മൈൻ ഡെപ്പോസിറ്റൊക്കെ, ഭയങ്കര കോൾ മൈനിങ്ങും സ്റ്റീലിൻ്റെ പരിപാടികളൊക്കെ ഉള്ള ഒരു ഒരു ചെറിയൊരു സംസ്ഥാനമാണിത്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും, കണ്ടമാനം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഈ സാർലാൻഡ് എന്ന് പറഞ്ഞ ഈ സ്ഥലം. അങ്ങനെ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ സാർബുർഗ് യാത്രയുടെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ ചെറിയൊരു ടൗണിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു ടൗണാണ്, 2 നദികൾ ചേരുന്നൊരു സ്ഥലവും. അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ. ഈ നദിയുടെ തീരത്തുള്ളൊരു ചെറിയൊരു ടൗൺ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് മെല്ലെ നടക്കാം. അപ്പോൾ നമ്മുടെ ഈ സാർബുർഗിൽ ഈ 2 നദികളാണല്ലോ വന്ന് കൂടിച്ചേരുന്നത്. ഈ നദികൾ, ഒന്ന് സാർ എന്ന് പറഞ്ഞ നദിയാണ്, ആ നദിയിലേക്കാണ് ല്യൂക്ക് എന്ന് പറഞ്ഞ ഒരു നദി വന്ന് ചേരുന്നത്. അപ്പം ഈ ല്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാർബുർഗിലെ ഈ ടൗണിൻ്റെ നടുവിൽ കൂടെ വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയൊരു നദിയാണ്. ഒഴുകി ഇങ്ങനെ വന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കടന്നാണ് നമ്മുടെ ഈ സാർ എന്ന് പറഞ്ഞ നദിയിലേക്ക് വന്ന് ചേരുന്നത്. അപ്പോൾ അതൊരു ഒരു പ്രത്യേകതരം കാഴ്ചയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വരുന്ന ട്രെയിന് ആൽസ്റ്റോം കൊറാഡിയ കോണ്ടിനെൻ്റൽ എന്ന് പറഞ്ഞ ട്രെയിനാണ്. ഇത് ഇവിടുത്തെ ഒരു ക്ലാസ് 1 1440 ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റാണ്. ഓപ്പറേറ്റഡ് ബൈ DB, അതായത് ഡ്യൂഷ് ബാൻഡ് ഒരു ട്രെയിനാണ്. ഇത് ഇവിടുത്തെ ഒരു RB ആണ്. ഗൈസ്, ഈ കാണുന്ന കാസിലാണ് സാർബുർഗ് കാസിൽ. ഈ കാസിലിൻ്റെ പേരിലാണ് ഈ സാർബുർഗ് എന്ന് പറഞ്ഞ ഈ പട്ടണം തന്നെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് 1964 പണിതൊരു കാസ്റ്റിലാണ്. ഇവിടുത്തെ ജർമ്മനിയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഈ മലയുടെ മുകളിലുള്ള കാസ്റ്റിലുള്ളൊരു കാസ്റ്റിൽ, മൗണ്ടൻ കാസ്റ്റിലുള്ള ഒരു കാസ്റ്റിലാണിത്. 964 കൗണ്ട് സീഗ്ഫ്രീഡ് എന്ന് പറഞ്ഞ ആളാണ് നിർമ്മിച്ചത് ഈ കാസ്റ്റിൽ. ഇന്നിപ്പോൾ ഇത് ഒരു അവശിഷ്ടം മാത്രമായി, കാരണം പല യുദ്ധങ്ങളിലും ഒക്കെ ആയിട്ട് ഇത് ഭയങ്കരമായിട്ട് തകർന്നു പോയ ഒരു കാസ്റ്റിൽ കൂടിയാണ്. ഇന്നിപ്പോൾ ഇതൊരു റൂയിനാണ്, നമുക്ക് പോയി കാണാം. പക്ഷേ ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഈ ടൗണും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്, ഈ നദികൾ വന്ന് ചേരുന്നതും ആ വെള്ളച്ചാട്ടവും ഒക്കെ. അപ്പോൾ നമുക്ക് ടൗണിലേക്ക് കിടക്കാം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ കാസ്റ്റിൽ കയറി കാണാനുള്ളൊരു സമയം നമുക്കില്ല, കാരണം തിരിച്ചു പോകണം, ഒരുപാട് ദൂരമുണ്ട്. ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. 5 മണിക്കൂർ യാത്ര നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രൈം ടൈമിനായിരുന്നു. അത്യാവശ്യം വണ്ടികളൊക്കെ ഓടുന്നൊരു സമയം. വൈകുന്നേരം ആവുന്തോറും വണ്ടികളുടെ എണ്ണം കുറയും, സൺഡേ ആയതുകൊണ്ട്. അപ്പം അതൊരു 6, 7, 8 മണിക്കൂറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം എത്തിപ്പെടില്ല എന്ന് തന്നെ പറയാം എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങും, ഈ ടൗൺ മാത്രം കാണിച്ച്. ഗൈസ്, ഒരു പ്രശ്നം എന്താണെന്ന് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി തെറ്റിപ്പോയി. നമ്മളിപ്പോൾ സാർബുർഗ് ടൗണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തോ കൊട്ടുംപാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു പോകണം. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇതെന്താ സംഭവം എന്നും കൂടി നോക്കിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം, ഇവിടെ എന്താ പരിപാടി എന്നറിയാലോ. സംഭവം, നമ്മൾ സൗണ്ട് കേൾക്കുന്നത് സാർബ്ലീഷ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അവിടെ ബിയറുണ്ട്, കേക്ക് ഉണ്ട്. ഒരു ചെറിയ ഫെസ്റ്റിവലാണ്, ജർമ്മൻ ചെറിയൊരു ഗ്രാമത്തിലൊരു ഫെസ്റ്റിവലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. സംഭവം കാര്യമായ പരിപാടി തന്നെയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ എന്തായാലും വഴിതെറ്റി വന്നത് എത്തിപ്പെട്ട് കറക്റ്റ് സ്ഥലത്താണ്. ഇനി എന്തായാലും ഈ പരിപാടി, ഇങ്ങനത്തെ ഒരു പരിപാടി ഞാനിവിടെ കണ്ടിട്ടില്ല. ഇവിടെ പല സ്റ്റേജ് പ്രോഗ്രാംസ് ഞങ്ങളുടെ കോളേജിൽ ചുറ്റുവട്ടത്തും യൂണിവേഴ്സിറ്റിയുടെ അവിടെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് പക്ക ഓതന്റിക് ജർമ്മൻ സ്റ്റൈലാണ്. കുറേ വ്യൂകളും പിന്നെ ഒരു ഡ്രംസൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസിക് സാധനം. എന്തായാലും നമുക്കൊന്ന് പോയി കാണാം. അപ്പോൾ നമുക്ക് സാർബ്ലീഷിൻ്റെ ഈ പരിപാടി കുറച്ച് നേരം കണ്ടുകിട്ടാം. ഇത് ഇവിടെ തന്നെ സാർബുർഗിലെ തന്നെ ഒരു ബാൻഡാണ്, അതാണ് ഈ സാർബ്ലീഷ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു പരിപാടി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ വന്നപ്പോൾ കേട്ടപ്പോൾ ട്യൂണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്തത് ഇവരെന്താ പാടാൻ പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് പോവാം. ഇനി അതിൻ്റെ ഇടയിൽ കയറി ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല.
നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഞാനായിട്ട് അതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ച് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. Liebe Gäste, wo sind die Hände zum letzten Lied hier von Sandblech? Jeder klatscht wirklich vom Grund schauen. Auch hier die Hirscher Feuerwehr. Klatschen mit der Wind zum böhmischen Traum. ഗൈസ്, അങ്ങനെ അവരുടെ ഒരു പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒരു നല്ല സ്റ്റേജ് പ്രസൻസ് ആട്ടോ. എല്ലാവരും കയ്യിലെടുത്ത് വരും. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും കയ്യടിയും പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് 2 ബിയർ അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെ ബിയറൊക്കെ കിട്ടും. വലിയ റേറ്റ് ഒന്നുമില്ല, ഉള്ള ഏരിയ ആയതുകൊണ്ടാവും. 2 യൂറോയ്ക്ക് ഒരു ബിയർ കിട്ടും. നമ്മുടെ ഡാം ഷട്ടിലൊക്കെയാണ് ഒരു ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ ഒരു ബിയറൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് 5 യൂറോ 7 യൂറോ ഒക്കെ പറയും. ഇവിടെ അങ്ങനത്തെ കത്തിയൊന്നുമില്ല. അപ്പോൾ നല്ല സ്ഥലമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇവരുടെ പരിപാടി ഇനി കണ്ടിന്യൂ ചെയ്യും. നമുക്കപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ സാർബോർഗ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് തിരിച്ചു നടക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം.
അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. എന്തായാലും ഇവരുടെ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ പോയിട്ട് കഥകളിയൊക്കെ കാണുന്ന പോലത്തെ പരിപാടിയാണ് ഇവിടെ വന്നിട്ട് ഇമാതിരി പരിപാടിയൊക്കെ കാണുന്നത് കേട്ടോ. ഈ നാട്ടിലൊരു ഒരു തനതായ സ്റ്റൈലിലുള്ള ഒരു ബാൻഡാണ്, ഈ നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ബാൻഡാണിത്. അപ്പം അത് കാണാൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളിനി സാർബുർഗ് പട്ടണത്തിലേക്ക് കിടക്കുകയാണ്. ഈ സാർ നദിയുടെ മുകളിൽ കൂടെയുള്ള ഒരു ചെറിയൊരു പാലം കടന്നു വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ് ഈ സാർബുർഗ് എന്ന് പറഞ്ഞ സ്ഥലം. പ്രത്യേകിച്ച് ഈ വെള്ളച്ചാട്ടം കാണാനാണ് ഇവർ വരുന്നത്. അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് സാർബുർഗ്. എന്നാൽ നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇതാണ് നമ്മുടെ സാർ നദി. ഇതിൻ്റെ മുകളിൽ കൂടെയുള്ള ഈ പാലം കടന്നു വേണം അങ്ങോട്ട് പോകാൻ. ഇതിൻ്റെ തീരത്ത് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്, സൈക്ലിങ്ങിനുള്ള വഴികളുണ്ട്, ചെറിയ പൂന്തോട്ടങ്ങളുണ്ട്. ഇവർ വളരെ ഭംഗിയായിട്ട് ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ജീവിക്കാൻ ഒരു ജോലിയും ഒരു വീടും മാത്രമല്ല വേണ്ടത് എന്നുള്ളൊരു ബോധം ഇവിടെ ഉള്ളവർക്കുണ്ടെന്ന് തോന്നുന്നു. വൈകുന്നേരങ്ങളിൽ സൈക്കിൾ ഓടിച്ച് പോകാനും ഇടയ്ക്ക് സൊറ പറഞ്ഞ് നടക്കാനും ഒക്കെ ഇവരിഷ്ടം പോലെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടൊരു മനുഷ്യന് വേണ്ട സാധനങ്ങളാണെന്നാണ് എനിക്കിവിടെ വന്നിട്ട് തോന്നിയിട്ടുള്ളത്. സംഭവം ഇവിടെ നമ്മൾ മലയാളികൾ കുറച്ച് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിലും അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒറ്റപ്പെടലുണ്ടെങ്കിലും നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയി സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഇത് ചെയ്തു വെച്ചു. ഈ കാണുന്നതാണ് നമ്മുടെ സാർ നദി. ഈ നദിയിൽ കപ്പലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് കപ്പലുകളാണ്. നമുക്കിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവാം. ഇപ്പം നമ്മളെന്തായാലും പോകുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ സിറ്റിയുടെ ഈ സാർബുർഗ് എന്ന് പറഞ്ഞ ചെറിയ പട്ടണത്തിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനിയും പ്രവേശിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് മുന്നോട്ട് പോയിട്ട് ചെറിയൊരു ടണലൊക്കെ കടന്നു വേണം ഉള്ളിലേക്ക് പോകാൻ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഈ ഒരു പട്ടണം വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. എനിക്ക് ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ ഈ ജർമ്മനിയിൽ കുറേ കാലം ജീവിച്ച് ഇവിടുത്തെ ഭംഗികളൊക്കെ കണ്ട് നമുക്ക് സംഭവം എല്ലാവരും ഒരേപോലെ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ പോലും ഇതെനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി മുന്നിലേക്ക് ടൗണിലേക്ക് നടക്കാം, സാർബുർഗിലേക്ക്. സാർബുർഗിൽ കണ്ടമാനം ഈ വൈൻ യാർഡ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവർ ഭയങ്കര മുന്തിരി കൃഷിയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്കെന്തായാലും വൈൻ യാർഡൊന്നും ഇപ്പോൾ പോയി കാണുന്നില്ല. നിങ്ങളതിനോട് ക്ഷമിക്കണം, കുറേ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. സമയത്തിൻ്റെയും പല പരിമിതികൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഞാനിന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എന്തായാലും നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അതെന്തായാലും ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് ഈ ചെറിയ ഈ സാർബുർഗ് എന്ന ഈ ചെറിയ ടൗണിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. നമുക്ക് അവിടുത്തെ ആ സൗന്ദര്യം ആസ്വദിക്കാം. വാ. അങ്ങനെ നമ്മൾ നമ്മുടെ സാർബുർഗിലെ ഈ ല്യൂക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു നദി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു അരുവിയാണ്. ഇതാണ് നമ്മുടെ സാർ നദിയിലേക്ക് പോയി ചേരുന്നത്. ഈ ല്യൂക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഈ അരുവിയുടെ തീരത്തുള്ള ഒരു ചെറിയ മാർക്കറ്റ് പ്ലേസ് കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം. അത് വളരെ നല്ലൊരു കാഴ്ചയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം, അത് ആസ്വദിക്കാം. അതിൻ്റെ താഴത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് ജലചക്രമുണ്ട്. ഇത് വളരെ പഴക്കം ചെന്നൊരു ജലചക്രം. പഴയ ഇവിടെ ഒരു മില്ലിലേക്ക് അവർ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ജലചക്രമാണിത്. വെള്ളം വന്ന് ഇതിലേക്ക് വീഴുമ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് അതിൽ നിന്നുള്ള ആ പവർ എടുത്തിട്ട് ആ മില്ലിൽ അവർ പല ഉപകരണങ്ങളും പ്രവർത്തിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. നമ്മൾ വിചാരിച്ച് നമ്മളൊരു മലയാളി ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആതിരപ്പള്ളി ഒക്കെ ആയിരിക്കും. ഇത് തീരെ ചെറുതാണ്, മീൻ വല്ലമൊക്കെ വലുതാണ്. അപ്പോൾ ഇത് ഈ ടൗണിൻ്റെ നടുവിലാണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമുക്കിത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഈ മാർക്കറ്റ് പ്ലേസ് നല്ല രീതിക്ക് ഒന്ന് ഷൂട്ട് ചെയ്തൊരു ബി-റോൾ പോലെ ആക്കി ഇടുന്നതായിരിക്കും. നിങ്ങളതൊന്ന് കാണണം. 2-3 മിനിറ്റ് നീളത്തിലുള്ള ഇതിൻ്റെ ചുറ്റുമുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ആസ്വദിക്കാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ജലചക്രം.
ഇത് ഒരു 12-ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിക്കപ്പെട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ മില്ലുകൾക്ക് വേണ്ടിയിട്ട്. എനിക്കറിയില്ല അത് കറക്റ്റായിട്ട്. അതായത് ഈ ലൂപ്പ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അരുവി ഈ ടൗണിന്റെ നടുവ് കൂടെ കടത്തിവിട ഇത് മനുഷ്യന്മാരാൽ തന്നെ ചെയ്യപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. ഇത് നാച്ചുറലി വന്നതല്ല. അപ്പം ഇതിന്ന് എനർജി ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അന്ധകാലത്ത് ഇവർ ചെയ്താണ് ഈ സംഭവമില്ല, മനസ്സിലായില്ല. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ജലചക്രമൊക്കെ ഇപ്പോഴും ഇവർ അതേപോലെ വെച്ചിട്ടുള്ളത്. ഈ പള്ളിയാണ് സെന്റ് ലോറൻറ്റിയസ് ചർച്ച്. ഇത് 13-ാം നൂറ്റാണ്ടിൽ ഒരു ചാപ്പലായിട്ട് ആരംഭിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ബാപ്റ്റിസ്മൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ റൈറ്റുകളൊക്കെ 1370 കാലഘട്ടങ്ങളിലാണ് ഈ ചർച്ചിൽ കിട്ടുന്നത്. പിന്നെ പല റീകൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തി ഒരു നിയോ ഗോത്തിക് ചർച്ചായിരുന്നു ഇത്. ഒരു 1854 ആകുമ്പോഴേക്കും ആ ഒരു സ്റ്റൈലിൽ, ഒരു നിയോ ഗോത്തിക് സ്റ്റൈലിൽ ഈ ചർച്ച് ഗംഭീരമായിട്ട് പണി കഴിപ്പിച്ചു. പക്ഷേ എന്നാലും ഈ 2-ാം ലോകമഹായുദ്ധത്തിൽ 1944 ബോംബിങ്ങിൽ ഈ ചർച്ച്, ഈ പള്ളി പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സിമ്പിളർ ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഇപ്പൊ പണിത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്ന ഈ പള്ളിയുടെ ഇന്ന് ഈ കാണുന്ന ഇന്റീരിയർ ഒക്കെ കുറച്ചും കൂടി സിമ്പിളർ ആണെന്നാണ് പറയുന്നത്. സിമ്പിളർ സ്റ്റൈലാണ്, മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഇത് ഇവിടുത്തെ പിയാനോ ആണ് കേട്ടോ. ഇതൊരു പ്രത്യേകതരം പിയാനോ ആണ്. ഞാൻ ജർമ്മനിയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇതിന് വേറെ എവിടെയും ഞാനിത് കണ്ടിട്ടില്ല. പക്ഷെ അറിയാൻ കഴിഞ്ഞ് യൂറോപ്പിൽ പല പള്ളികളിലും ഇങ്ങനത്തെ പിയാനോകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതായത് നമ്മുടെ ദ ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, അതില് ആ കോൺഫീൽഡ് ചേസ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനത്തെ ഒരു പിയാനോയിലാണ് കമ്പോസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഹാൻഡ് സിമ്മർ എന്നാണ് ആ കമ്പോസറുടെ പേര്. ആളൊരു ജർമ്മൻ ആണെന്നാണ് എൻ്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെയാണ് ഇത് ചെയ്തത്. അത്രയും ഓതന്റിക് ആയിട്ടാണ് ആ ഒരു ട്യൂണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സൗണ്ടൊക്കെ വേറെ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ഈ എൻ്റെ ഡാംസ്റ്ററിലുള്ള ഒരു പള്ളിയിൽ ഒരിക്കൽ ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഭയങ്കര രസമാണ് അത് കേൾക്കാൻ. സാധാരണ ഒരു പിയാനോ എന്ന് വരുന്ന സൗണ്ടേ അല്ല. അങ്ങനെ ഗൈസ്, നമ്മൾ സാർബുർഗിനോട് വിട പറയുകയാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. തിരിച്ചു പോകാനുള്ള സമയമായി. ഒരു ചെറിയ വീഡിയോ ആണ്, അധികമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫോണിൻ്റെ ബാറ്ററി ഒക്കെ തീരാറായി. ഇനി പോകണം. പവർ ബാങ്കൊന്നും ഇല്ല കയ്യിൽ. ഇനി നമ്മൾ ഈ ചെറിയ ടൗണിനോട് വിട പറഞ്ഞ് അങ്ങോട്ട് പോവാം. ഈ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ചെറിയ മുന്തിരി കൃഷിയുടെ ഒരു ക്ലിപ്സ് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് പരിപാടി. അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. പക്ഷെ കയറിപ്പോയാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അത്രയും ബാറ്ററി ഇല്ല. അപ്പം എന്തായാലും ഇന്നത്തെ ഈ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയ്ക്കായിട്ട് കാത്തു നിന്ന എല്ലാവർക്കും നന്ദി.
ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിത്. ഓക്കെ, എന്തായാലും വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ നമുക്ക് വീണ്ടും പാക്കണം. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പുതിയൊരു ട്രിപ്പായിരിക്കും. എങ്ങോട്ടാണെന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി എനിക്ക് ക്ലാസ്സൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ വർക്കും എല്ലാം ആയിട്ട് ട്രിപ്പൊന്നും ഇനി ശരിക്കും പോകാനൊന്നും പറ്റണമെന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ബൈ.